പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. 10 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടാകുന്നു. ശിക്ഷിക്കപ്പെടുന്നവരിൽ 6 പേർ CPIMന്റെ നേതാക്കൾ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ മുൻ MLA ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. നീതി ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണം കൃപേഷിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ടവർക്ക് കൂടി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത്. 24 പ്രതികൾ ഉണ്ടായിരുന്ന ഇരട്ട കൊലപാതക കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 10 പ്രതികളെ ആണ് കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൂഢാലോചന, കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളവയാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരെ അല്ലെങ്കിൽ പ്രതികൾക്ക് എതിരെ തെളിയിക്കപ്പെട്ടത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണമായി വരുന്നത്. 1-ാം പ്രതി CPIMന്റെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ A. പീതാംബരൻ ആണ്. പീതാംബരൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. ഉദുമ മുൻ MLAയും CPIMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നു. കുഞ്ഞിരാമൻ കേസിലെ 20-ാമത്തെ പ്രതിയാണ്. 2-ാം പ്രതിയായ സജിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളത് അടക്കമുള്ള കുറ്റം ആണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ K. മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N. ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെടുത്തോളി എന്നിവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ 6 പേർ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ 6 പേർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്നു.